ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റ് ശുഭകരമായ പരിപാടികളിലും ക്ഷേത്ര ആനകളുടെ നെറ്റിയിൽ അലങ്കരിക്കാൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആഭരണമാണ് നെറ്റിപ്പട്ടം. ഇത് കേരള സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പൊതുവെ നെറ്റിപ്പട്ടത്തിൻ്റെ ഐതിഹ്യം ഇന്ദ്രദേവനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻ്റെ വെള്ള യുദ്ധ ആനയായ ഐരാവതത്തിന് നെറ്റിയിൽ അലങ്കാരം രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ദേവൻ ബ്രഹ്മാവാണെന്നാണ് ഐതിഹ്യം. ഓരോ കുമിളയിലും പഞ്ചഭൂതങ്ങൾ, ത്രിമൂർത്തികൾ, നവഗ്രഹങ്ങൾ, അഷ്ടവസുക്കൾ, സപ്തഋഷികൾ, മൂലഗണപതി മുതലായവയെ ചിത്രീകരിക്കുന്നു. നെറ്റിപ്പട്ടം ഐശ്വര്യവും സമാധാനവും അനുഗ്രഹവും നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശുഭസന്ദർഭങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പൊതുവെ നെറ്റിപ്പട്ടം 3 വിധത്തിലാണ് ഉള്ളത്: ചൂരൽപ്പൊളി, നാഗപടം, വെണ്ടോട് എന്നിങ്ങനെ നെറ്റിപ്പട്ടത്തിന് 3 വ്യത്യസ്ത തരം ഉണ്ട്. നെറ്റിപ്പട്ടം പ്രധാനമായും ഉത്സവ ആഘോഷ പരിപാടികളിലും കൂടാതെ വീടുകളുടെ അലങ്കാരത്തിനായും ഉപയോഗിക്കപ്പെടുന്നു. കേരളത്തിൽ മാത്രമല്ല, മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും നെറ്റിപ്പട്ടം ഒരു അലങ്കാര വസ്തുവായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നെറ്റിപ്പട്ടം എന്ന പദം ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണെന്നും പറയപ്പെടുന്നു. ബുദ്ധമതക്കാരുടെ ആചാരപ്രകാരം ആലില നെറ്റിയിൽ ബന്ധിക്കുക ഒരു ആചാരമായിരുന്നു. ഇതിന് പട്ടം കെട്ടുക എന്നാണ് പറയുക. ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന ആനകളെയും പ്രത്യേകമായി പട്ടം കെട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ആലിലയുടെ സ്ഥാനത്തിനു പകരം ആഭരണത്തിനു പകരം നെറ്റിപ്പട്ടം എന്ന പേർ വന്നു ചേരുകയായിരുന്നു. പാലി ഭാഷയിൽ നിന്നാണ് നെറ്റിപ്പട്ടം എന്ന പദം മലയാള ഭാഷയിലേക്ക് വന്ന് ചേർന്നത്.